ആമേൻ. കർത്താവേ സ്തോത്രം. കർത്താവേ, തിരക്കുകളുടെ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ പലപ്പോഴും മാർത്തയെപ്പോലെയാണ്. ദൈവത്തിനു വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തിരുവചനം കേൾക്കുന്നു, വായിക്കുന്നു, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്നിട്ടും പലപ്പോഴും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ആ ശൂന്യതയുടെ കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിരിക്കണമെന്നില്ല. മറിച്ച് ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ മറന്ന് പോയതായിരിക്കാം. കർത്താവേ, മാർത്ത അങ്ങയെ സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ അവൾ ഓടി നടക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത്. എന്നാൽ മറിയ കർത്താവിൻ്റെ പാദങ്ങളിൽ ഇരുന്നു. അവൾ ആദ്യം കർത്താവിനെ തിരഞ്ഞെടുത്തു. അതായിരുന്നു അവളുടെ പ്രയോറിറ്റി. കർത്താവേ, എന്നും അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. കർത്താവിനെ സേവിക്കുന്നതും കർത്താവിനോടൊപ്പം ജീവിക്കുന്നതും ഒരുപോലെയല്ല. യഥാർത്ഥ സേവനം ആത്മബന്ധത്തിൽ നിന്നാണ് ജനിക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് അനുഗ്രഹത്തിന് പകരം ഭാരമായിത്തീരും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥന കടമയായി തോന്നുന്നതും ബൈബിൾ വായന ഒരു ചടങ്ങായി മാറുന്നതും ആത്മീയ ശുശ്രൂഷ പോലും സന്തോഷമില്ലാത്ത ഡ്യൂട്ടിയായി പലപ്പോഴും അനുഭവപ്പെടുന്നതുമൊക്കെ. കർത്താവേ, മാർത്തയിൽ അങ്ങ് കണ്ട അപകടം അതായിരിക്കാം. അവൾ കർത്താവിനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ നടത്തി. പക്ഷേ കർത്താവിനോടൊപ്പം ഇരിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ് അവൾ നഷ്ടപ്പെടുത്തിയത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും അത് തന്നെ സംഭവിക്കാറുണ്ട്. ലോകത്തിൻ്റെ തിരക്കുകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ മധുരം ഞങ്ങളിൽ നിന്ന് കവർന്നെടുക്കാറുണ്ട്. കർത്താവേ, ശത്രു എപ്പോഴും ഞങ്ങളെ പാപത്തിലേക്ക് മാത്രമല്ല, ചിലപ്പോൾ അമിതമായ തിരക്കിലേക്കും പ്രവർത്തനങ്ങളിലേക്കും തള്ളിവിടുമെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. കാരണം തിരക്കുള്ള ഹൃദയത്തിനും പ്രാർത്ഥിക്കുന്ന, സമർപ്പിക്കുന്ന, സാന്നിധ്യബോധത്തിലിരിക്കുന്ന ഹൃദയത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. കർത്താവേ, ജീവിതത്തിലെ അനന്തമായ അജണ്ടകൾ പൂർത്തിയാക്കുവാനുള്ള തിരക്കിട്ട ഓട്ടം വിരസതയും ക്ഷീണവും അസഹിഷ്ണുതയും ആത്മീയ വരൾച്ചയുമൊക്കെ ഞങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന്
ശക്തി സ്വീകരിക്കാതെ ഓടിയാൽ ഒടുവിൽ തളർന്നു പോകുമെന്ന സത്യം ഞങ്ങളിൽ പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കർത്താവേ, അങ്ങ് വെളിപ്പെടുത്തിയ മറിയയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത വളരെ വളരെ ലളിതമായിരുന്നു. അവൾക്കെല്ലാം അറിയാമായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം അവൾക്കറിയാമായിരുന്നു. കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ല പങ്ക്. അവിടുന്ന് ചൂണ്ടിക്കാണിച്ച ആ നല്ല പങ്ക് തിരഞ്ഞെടുക്കുവാനുള്ള കൃപാവരം നാഥ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഓരോ പ്രഭാതത്തിലും എല്ലാ പ്രവൃത്തികൾക്കും മുമ്പായി ദൈവസന്നിധിയിൽ അല്പസമയം നിശബ്ദരാകാനും ഓരോ തീരുമാനത്തിനും മുമ്പ് തിരുവചനത്തിലൂടെ ദൈവഹിതം അന്വേഷിക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പ് ദൈവ സ്നേഹത്തിൽ വിശ്രമിക്കാനും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ദൈവത്തോട് സംസാരിക്കാൻ സമയം കണ്ടെത്താനുമുള്ള താല്പര്യവും ക്ഷമയും ആത്മസംയമനവുമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ. ഈ ഹൈടെക് യുഗം ഞങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ആത്മനൽവരങ്ങളാണ് ഇതൊക്കെ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും അനുഗ്രഹദാതാവിനേക്കാൾ അനുഗ്രഹങ്ങളെയാണ് അന്വേഷിച്ചു പോകുന്നത്. എന്നാൽ മറിയ കർത്താവിൻ്റെ ദാനങ്ങളെക്കാൾ കർത്താവിൻ്റെ സാന്നിധ്യത്തെ സ്നേഹിച്ചു. അവൾക്ക് തിരുവചനം കേൾക്കുന്നതിലായിരുന്നു സന്തോഷം. കർത്താവേ, ആത്മീയ പ്രവർത്തനങ്ങളെക്കാൾ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ദൈവ സാന്നിധ്യമാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവ സാന്നിധ്യത്തിൽ ഹൃദയമുറപ്പിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ മാത്രമാണ് യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുന്നത് എന്ന തിരിച്ചറിവില്ലായ്മ ആത്മീയ മേഖലകളിൽ വലിയ പ്രതിസന്ധികളാണ് കർത്താവെ ഉണ്ടാക്കുന്നത്. കർത്താവിൻ്റെ പാദങ്ങളിൽ സമയം ചെലവഴിക്കുന്നവർ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിലും സമാധാനം അനുഭവിക്കുമെന്ന വിസ്മയ സത്യം കർത്താവെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരക്കിനേക്കാൾ തിരുസാന്നിധ്യം തിരഞ്ഞെടുക്കാനും പ്രവർത്തനങ്ങളെക്കാൾ അങ്ങയുമായുള്ള ആത്മബന്ധം തിരഞ്ഞെടുക്കാനും മാർത്തയുടെ ഉത്കണ്ഠയിൽ നിന്ന് മറിയയുടെ ആരാധനയിലേക്ക് ചുവടുവെക്കുവാനും കർത്തൃനിയോഗത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നതിൽ നിന്ന് കർത്താവിനോടൊപ്പം ജീവിക്കുവാനുമുള്ള വിസ്മയ ആത്മീയ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് തരയണമേ.
ആമേൻ. കർത്താവേ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ആവശ്യമുള്ളത് ഒന്ന് മാത്രമാണ്. ആ ഒന്ന് കർത്താവിൻ്റെ തിരുവചന പാദങ്ങളിൽ വിശ്രമിക്കുന്ന ഒരു ഹൃദയമാണ്. ആ സമർപ്പണ ഹൃദയം നമ്മിൽ ഒരുക്കി തരുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.